കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറാണ് പറഞ്ഞത് സുരേഷ് ഗോപി കൊള്ളാമെന്ന്. അപ്പോൾ ഇതൊരു കാസ്റ്റ് ഒളിഗാർക്കിയാണത്. നയനാർ ഭരിച്ചാലും പ്രശ്നമില്ല, സുരേഷ് ഗോപി ഭരിച്ചാലും അവർക്ക് പ്രശ്നമില്ലെന്നേ. ഇപ്പോൾ തൃശ്ശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായതുകൊണ്ട് അവിടെ സുരേഷ് ഗോപി തോറ്റുപോകുന്ന ഈ പൊട്ടന്മാർ വിചാരിക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനമാണല്ലോ, വളരെ വലിയ ബുദ്ധിജീവികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ ജയിച്ചൊന്നും പോകാൻ പറ്റില്ല. അത്രയും നല്ല മനുഷ്യനാണെങ്കിൽ ഇയാൾ ഈ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന, ദളിതരെ ആക്രമിക്കുന്ന, അന്യമതസ്ഥരെ കൂട്ടത്തോടെ കൊല്ലുന്ന, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്ന ഒരു കക്ഷിയുടെ വക്താവായത് എന്തുകൊണ്ട് എന്ന ചോദ്യം എന്താ ഇവരാരും ചോദിക്കാത്തത്? സന്തോഷ് പണ്ഡിറ്റിനെ വിജയിപ്പിച്ച കേരളമാണ്, ബാല എന്നുള്ള നടനെ വിജയിപ്പിച്ച കേരളമാണ്. ഇത്തരം ഈ പല മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ജൽപ്പനങ്ങളോ വരുന്ന സമയത്ത് ബ്രാഹ്മണനായി പുനർജനിക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് പോലുള്ള പല മണ്ടത്തരം അദ്ദേഹം എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഇത്തരം മണ്ടത്തരങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ള തോന്നല് മീഡിയാസ് അദ്ദേഹത്തിൻ്റെ പിറകിൽ നടന്ന് വിജയിപ്പിക്കുന്നതിനൊരു ഭാഗമല്ലേ? പ്രബുദ്ധ കേരളത്തിലെ മീഡിയാസിന് ഇതിൽ വളരെ വലിയൊരു പങ്കില്ലേ? തീർച്ചയായിട്ടും. ഇത് ഈ മീഡിയാസ് ഒട്ടും പ്രബുദ്ധമല്ല കേരളത്തിൽ. കേരളത്തിലെ ജനങ്ങൾ കുറേയേറെ പ്രബുദ്ധതയൊക്കെ കാണിക്കുമെങ്കിലും കേരളത്തിലെ മീഡിയ, കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരളത്തിലെ ഇൻ്റലക്ച്വൽസ് അവരൊരിക്കലും പ്രബുദ്ധമായ ഇടപെടൽ നടത്തുന്നവരല്ല എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് പലതും മണ്ടത്തരങ്ങളാണെന്നുള്ളത് നമ്മളുടെ ഒരു, അതായത് പ്രബുദ്ധരെന്നോ റേഷണലായി ചിന്തിക്കുന്നവർക്കോ മണ്ടത്തരമായി തോന്നാമെങ്കിലും കേരളം ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ബ്രാഹ്മണനാണ് ലോകത്തിൻ്റെ മാതൃക എന്ന കാര്യത്തിൽ കേരളത്തിലെ ഇടത് വലത് ബുദ്ധിജീവികൾക്കൊന്നും ഒരു സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹം പറഞ്ഞു എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം. ഈ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ബ്രാഹ്മണിസത്തിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി അദ്ദേഹം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇടത് വലത് കക്ഷികളിൽ പെടുന്ന മനുഷ്യരും അവരുടെ ജീവിതത്തിലെ നിർണായക സമയങ്ങളിലെല്ലാം ബ്രാഹ്മണൻ്റെ ഓതൻറ്റിസിറ്റിയെ പേഴ്സണലി, വ്യക്തിപരമായി, കുടുംബപരമായി സ്വീകരിച്ചുറപ്പിക്കുന്നവർ. അവർക്കാർക്കും അതിനകത്ത് തർക്കമേതുമില്ല. അവർക്ക് ആ കൂടി തർക്കം BJP ജയിക്കരുത് എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ബ്രാഹ്മണൻ്റെ ഓതൻറ്റിസിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒന്നും ഇവർക്കില്ല. കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. പാചകക്കാരനായ ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോയി കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ് മാപ്പ് അപേക്ഷിച്ചത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ജീർണത എന്നുള്ളത്. ഇയാൾ ആരാണ്? ഇയാളൊരു പാചകക്കാരനാണെന്ന് കാണാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് പറ്റാതെ പോകുന്നത്? കേരളത്തിലെ ഒരു മന്ത്രിയെ ബ്രാഹ്മണൻ അപമാനിച്ചിട്ട് അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാനായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറായില്ല. ഇതെല്ലാം നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മീഡിയയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഏത് കാര്യത്തിനും ആവശ്യത്തിലേറെ പ്രചാരണം കൊടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് ഇയാൾ ഈ ജയിച്ച മനുഷ്യൻ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര മന്ത്രിയാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാ? ഈ മീഡിയയെ പ്രചരിപ്പിച്ച്. അങ്ങനെ കേവല നല്ല മനുഷ്യരുണ്ടോ? അത്രയും നല്ല മനുഷ്യനാണെങ്കിൽ ഇയാൾ ഈ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന, ദളിതരെ ആക്രമിക്കുന്ന, അന്യമതസ്ഥരെ കൂട്ടത്തോടെ കൊല്ലുന്ന, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്ന ഒരു കക്ഷിയുടെ വക്താവായത് എന്തുകൊണ്ട് എന്ന ചോദ്യം എന്താ ഇവരാരും ചോദിക്കാത്തത്? കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറാണ് പറഞ്ഞത് സുരേഷ് ഗോപി കൊള്ളാമെന്ന്. അപ്പോൾ ഇതൊരു കാസ്റ്റ് ഒളിഗാർക്കിയാണത്. നയനാർ ഭരിച്ചാലും പ്രശ്നമില്ല, സുരേഷ് ഗോപി ഭരിച്ചാലും അവർക്ക് പ്രശ്നമില്ലെന്നേ. ഇതാണ് അതിൻ്റെ പ്രോബ്ലം. അതായത് ഈ കാസ്റ്റ് ഒളിഗാർക്കിയുടെ യുക്തിക്കകത്താണ് ഈ സുരേഷ് ഗോപി പറയുന്നത് മണ്ടത്തരമല്ലാതെ മാറുന്നു. അത് ആൾക്കാർക്ക് സ്വീകാര്യമായി മാറുക, അത് ആദരിക്കപ്പെടേണ്ട ഒരു കാര്യം. അയാൾ പറയുന്നത് ഞാൻ പ്രജകളോടാണ് സംസാരിക്കുന്നത് എന്നാണ്. അപ്പോൾ പൗരബോധമുള്ള മനുഷ്യരാണ് തീർച്ചയായിട്ടും നമുക്ക് നാണക്കേട് തോന്നേണ്ടതാണ്. പക്ഷേ മലയാളികൾ പൗരന്മാരല്ലെന്നേ. മലയാളികൾ പ്രജകളാണ്, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. മലയാളികൾക്കിടയിൽ ഉത്തമമായ പൗരബോധമുള്ള, വിവേചന ബുദ്ധിയുള്ള, പ്രബുദ്ധതയുള്ള
ഒരു വിഭാഗം നാമമാത്രമാണ്, വളരെ വളരെ കുറവാണ് ആ സംഭവം. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ രാജഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, പ്രജകളാണവർ. അല്ലെങ്കിൽ ആ രാജ്ഞിയെ തികച്ചും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സാമാന്യബോധത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന നടത്തിയ ആ തിരുവിതാംകൂർ കൊട്ടാരത്തിലുള്ളൊരു സ്ത്രീയെ ഇവർ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് മലയാളികൾ എത്രമേൽ പ്രബുദ്ധരാണെന്നാണ് നമ്മൾ പറയുന്നത്. അവരെത്രമേൽ പൗരന്മാരാണ്. അവർ പിന്നെ പ്രായമായ സ്ത്രീ, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ആ കൂടെ രാജാവ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കയറിയപ്പോൾ അവൻ്റെ വെളിവുകേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവനൊക്കെ ഈ നാട്ടിലാണ് ഈ കാലത്ത് ജീവിക്കാൻ ഒരു യോഗ്യതയുള്ളവനല്ല. പക്ഷേ അവരെ ചുമന്നുകൊണ്ട് നടക്കാൻ മലയാളി സന്നദ്ധർ. ഇതാണ് നമ്മുടെ ഈ പ്രബുദ്ധത ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ മലയാളി പ്രബുദ്ധനാണ്, മതേതരനാണ്, പുരോഗമനകാരിയാണെന്നുള്ളതൊരു നുണയാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതാണ്. ഇവർ തനി ജാതിവാദികളും മതവാദികളും അന്ധവിശ്വാസികളും ഈ ഒളിഗാർക്കിയുടെ ആൾക്കാരുമാണ്. ആര് അധികാരത്തിൽ ഞങ്ങളുടെ ആൾക്കാർ ഭരിക്കണം എന്ന ഒളിഗാർക്കി ബോധം ശക്തമായിട്ടുള്ളവരാണ് എന്ന കാര്യം വളരെ നേരത്തെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ മലയാളിക്ക് വേണമെങ്കിൽ അത് ഇപ്പോഴും അത് ബോധ്യപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേണമെങ്കിൽ അത് ബോധ്യപ്പെടാനുള്ള ഒരു ചരിത്രാനുഭവമായിട്ട് ഈ സംഗതിയെ നമുക്ക് കാണാവുന്നു. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം രാവിലെ എണീക്കുന്നു, ആ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മീഡിയാസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണെന്ന് തോന്നുന്നു മീഡിയാസ് കിടന്നുറങ്ങുന്നത്. ഇത്തരം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന കൂടുതലായുള്ള പ്രചാരണം കേരളത്തിന് ഒരു വർഗീയ കക്ഷിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന് ചിന്തിക്കാൻ മാത്രം, അഥവാ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കേരളത്തിലെ ജനതയെ ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആലയിൽ കെട്ടാൻ ഈ മീഡിയാസ് കാണിക്കുന്ന വെമ്പൽ നമുക്ക് വളരെ വ്യക്തമല്ലേ? അത് വളരെ ശരിയായ ഒരു നിരീക്ഷണം. പക്ഷേ നമ്മൾ കേരളത്തിലെ മീഡിയയെ മാത്രം എടുത്തത് പരിശോധിക്കേണ്ടതില്ല. ഇന്ത്യൻ മീഡിയയുടെ ഒരു പൊതുവായ പ്രവണത കഴിഞ്ഞൊരു 10 വർഷമെങ്കിലുമായി അതിൻ്റെ 10 വർഷമല്ല, അതിന് മുമ്പേ തുടങ്ങിയതാണ്. മണ്ഡൽ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ മീഡിയ വളരെ വ്യക്തമായും സംവരണ വിരുദ്ധമായ ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പ്രചരിപ്പിക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ വളരെ രൂക്ഷമായിട്ടുണ്ട്. അതായത് വൻകിട കുത്തകകൾ ഇന്ത്യൻ മീഡിയ കൂട്ടത്തോടെ വിലയ്ക്ക് വാങ്ങുകയും അവരുടെ താല്പര്യം അനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു. ലോകോത്തര റാങ്കിങ്ങിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സത്യസന്ധത അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും പത്രപ്രവർത്തകരെക്കാൾ വളരെ പുറകിലാണെന്നാണ് റാങ്കിങ് തെളിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്കങ്ങനെ യാതൊരു സംഗതിയുമില്ല. അത് അവരുടെ താൽക്കാലിക ലാഭം എന്ന് നമ്മൾ വിളിക്കേണ്ടത് മീഡിയയുടെ മറ്റൊരു പ്രവർത്തന രീതിയാണ്. ഉദാഹരണത്തിന് മോഡി പറയുന്ന ഈ വെളിവുകേട് മുഴുവൻ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതാരാ? മോഡി തരംഗം എന്ന് പറയുന്നൊരു കാര്യം ഇന്ത്യയിലില്ല എന്ന് തെരഞ്ഞെടുപ്പ് അനന്തരം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ മോഡി എന്തോ ഒരു അത്ഭുത ജന്തുവാണെന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്ന വിധം കൊട്ടിഘോഷിച്ചത് ആരാണ്? ഈ മീഡിയയാണ്, നാഷണൽ മീഡിയയാണ് അത് കൊട്ടിഘോഷിച്ചത്. അതേ കാര്യം തന്നെയാണ് കേരളത്തിലും സുരേഷ് ഗോപിയെ മുൻനിർത്തി മീഡിയ ചെയ്തത്. അങ്ങനെ തീർച്ചയായും അവർ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗഭാഗ്യങ്ങൾ ഈ മീഡിയ ഓണേഴ്സ്, മീഡിയയുടെ ഉടമസ്ഥർ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. നമ്മൾ കഴിഞ്ഞൊരു 10 വർഷത്തെ മീഡിയയുടെ ഹിസ്റ്ററി എടുത്താൽ ഇവർക്കെതിരെ, ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞ മുഴുവൻ മീഡിയയിലെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയോ റെയ്ഡ് ചെയ്യപ്പെടുകയോ അവരെ തടസ്സപ്പെടുത്തുകയോ അതിൻ്റെ ചീഫ് എഡിറ്റേഴ്സ് അടക്കമുള്ള ഉന്നതരായിട്ടുള്ള പത്രപ്രവർത്തകരെ പിടിച്ച് ജയിലിലടയ്ക്കുകയോ ചെയ്യുന്ന വിധം അതിഭീകരമായിരുന്നു മീഡിയക്കെതിരെയുള്ള ഫാസിസ്റ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ അതിൽ നിന്നും പുറത്ത് കടന്ന് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മീഡിയ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഈ മോഡിയെ ചുറ്റിപ്പറ്റി ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട അദ്ദേഹം പറയുന്നതിൽ ഒന്നിലും ഒരു വസ്തുതയുമില്ല. അദ്ദേഹം പറഞ്ഞ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യത്തിലും, പക്ഷേ അയാളോട് ആരും ചോദിച്ചില്ല നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
നിങ്ങൾ ഈ ഇത്തരം പ്രസ്താവന നടത്തുന്നു എന്ന് അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിൽ പ്രസംഗിക്കുന്നു. രാജസ്ഥാനിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹിന്ദു അമ്മമാരെ, ഹിന്ദു സഹോദരിമാർ, നിങ്ങൾ നിങ്ങളുടെ കെട്ടുതാലി ശ്രദ്ധിച്ചുകൊള്ളു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പത്രപ്രവർത്തകർ സംഘടിതമായി ഈ വർഗീയ വിപത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ പ്രൊപ്പഗൻഡയിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടായിരുന്നു? മാത്രവുമല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത് ചോദ്യം ചെയ്തില്ല. അപ്പോൾ ഇതൊരു മൊത്തത്തിലുള്ളൊരു സംഭവം. അതിനകത്ത് പ്രധാനപ്പെട്ട റോള് ഈ പറയുന്ന കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കേരളത്തിൽ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന കാർഡ്. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. ഇയാൾ പറയുന്നത് മുഴുവൻ നമ്മുടെ ഈ പറഞ്ഞ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. ഈ സാമാന്യ യുക്തി എന്നത് എവിടെയാണ് ബാധകമായിരിക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫാസിസ്റ്റ് കാലത്ത് സാമാന്യ യുക്തിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു യുക്തി ഇല്ല അവിടെ. അത് അയാൾ പറയുന്നതാണ് കാര്യം. അപ്പോൾ നമ്മുടേതൊരു ഫാസിസ്റ്റ് കാലമാണ്. അതുകൊണ്ട് മോഡി പറയുന്നതാണ് കാര്യം, അല്ലെ അമിത്ഷാ പറയുന്നതാണ് കാര്യം. മോഡി പറഞ്ഞ 400 സീറ്റ് പിടിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുക. കിട്ടിയില്ല. ആരെങ്കിലും ചോദിച്ചോ പുള്ളിയോട്? നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയല്ലോ, നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചില്ല. ആ കുടി ചോദിച്ചു RSS മാത്രമാണ് ആ ക്വസ്റ്റ്യൻ പോലും ഉന്നയിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, പത്രപ്രവർത്തകർ അവരുടെ ദൗത്യം നിറവേറ്റാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു അന്തരീക്ഷവും ഇന്ത്യക്കകത്തില്ല. അതുകൂടി നമ്മൾ കൂട്ടിവയ്ക്കുക. പത്രപ്രവർത്തകർ മുഴുവൻ മോശമാണെന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താതെ അവർക്ക് അങ്ങനെയുള്ളവരും ഉണ്ടാവാം. ഇപ്പോൾ അർണാബ് ഗോസ്വാമിയെ പോലെയുള്ള വെളിവ് തീരെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രചാരകനായിട്ടുണ്ടാവും. പക്ഷേ ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. ഒരാത്മാർത്ഥമായി പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഇന്ത്യക്കകത്തില്ല. എപ്പോൾ വേണേലും പിടിച്ചകത്തിടാം. സ്വാഭാവികമായിട്ട് ജീവനിൽ ഭയമുള്ള പത്രപ്രവർത്തകർ തൽക്കാലം മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ വാർത്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ചില മീഡിയ ചാനലുകൾ പോലും 24/7 എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെയും അദ്ദേഹത്തിന്റെ പിറകിൽ ക്യാമറയുമായി നടക്കുന്നവരാണ്. പലപ്പോഴും അവർക്ക് ആട്ട് കേൾക്കുന്നുണ്ട്. മീഡിയാസിനെ നോക്കി, പേര് നോക്കി തന്നെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. ഇത്തരം പ്രവൃത്തികളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തെ നാളെ വിജയിപ്പിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്ന മീഡിയാസ് പോലും മുഴുവനായും അദ്ദേഹത്തിന്റെ പിറകെ ഈ ക്യാമറ തൂക്കി നടന്ന് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതൊരു ഒരു ഒരു അഭംഗി അതിൽ പ്രേക്ഷകരും കാണുന്നില്ല എന്നുള്ളത് കേരളത്തിൽ നമ്മളിപ്പോൾ കാണുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് വിളിക്കേണ്ടത്. അതിനകത്തൊരു അഭംഗിയും ഒരു അനൗചിത്യവും മനുഷ്യന് തോന്നില്ല. ഈ പത്രപ്രവർത്തകർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, സാധാരണ പത്രപ്രവർത്തകർ ചെയ്യുന്നൊരു കാര്യം, അത് കേരളത്തിൽ തീരെ ശീലം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒട്ടും തന്നെ പ്രബുദ്ധമല്ലാത്തൊരു വിഭാഗമാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ. എനിക്കത് നിസ്സംശയം പറയാൻ പറ്റും. ഒരു കാര്യത്തെക്കുറിച്ചും സെൻസിബിളായ കാര്യങ്ങൾ പറയുന്നവർ വിരലിലെണ്ണാവുന്നവർ മാത്രമേ കേരളത്തിലുള്ളൂ. ഈ ബഹുഭൂരിപക്ഷവും യാതൊരു ധാരണയുമില്ലാതെ ഈ പൊതുബോധത്തെ കൊണ്ട് നടക്കുന്നവരാണ്. ഈ പൊതുബോധത്തെ നിരന്തരമായി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പത്രപ്രവർത്തകർ ഈ പൊതുബോധത്തെ ആഘോഷിക്കുന്നതിൻ്റെ വിചിത്രമായൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ സുരേഷ് ഗോപിയുടെ പുറകെ അവർ നടക്കട്ടെ. സുരേഷ് ഗോപിക്കെതിരെ പറയുന്നതിനെ കൂടി പ്രസൻ്റാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം അവർ പിന്മാറുന്നു. ഇവിടെയാണ് പ്രശ്നം കിടക്കണം. ഇത് സുരേഷ് ഗോപിയിൽ ആരംഭിക്കുന്നതല്ല, ഇവന്മാരുടെ പണി ഇത് തന്നെയാണ്. ഇപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടായാൽ ഇവന്മാരെല്ലാം മുഴുവൻ ചാനലും ചെന്ന് പെരുന്നയിൽ അട്ടിപ്പേറ് കിടക്കും. സുകുമാരൻ നായർ എന്താണ് പറയുന്നത്, അതാണ് അവർക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും കിടക്കണം. അയാൾ കേരളത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ, സ്വാധീനമുള്ളൊരു സമുദായത്തിൻ്റെ, സമ്പത്തുള്ളൊരു സമുദായത്തിൻ്റെ സംവരണ വിരുദ്ധനായ നേതാവാണ്. തീർച്ചയായിട്ടും അയാളുടെ അഭിപ്രായം പ്രധാനമാണ്. പക്ഷേ സംവരണത്തിന് അനുകൂലമായി പറയുന്ന ഒരാളെങ്കിലും അവർ കാണാറുണ്ടോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതായത് സമൂഹത്തിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ വെക്കുകയും ജനങ്ങൾ സ്വതന്ത്രമായി തീരുമാനിക്കട്ടെ എന്ന് അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതാണ് പത്രപ്രവർത്തകരുടെ പ്രാഥമിക ചുമതല.
ഇതുപോലും അറിവില്ലാത്ത, ഇതിനെക്കുറിച്ച് പോലും സങ്കല്പമില്ലാത്ത കക്ഷികളാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ. ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ ആദിവാസി പ്രക്ഷോഭം നടക്കുന്ന 2000 നടക്കുന്ന സമയം 48 ദിവസമാണ് കുടിൽകെട്ടൽ സമരം നടന്നത്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളൊക്കെ പത്രസമ്മേളനം നടക്കും. അപ്പോൾ ഒരു 40 ദിവസം കഴിയുമ്പോഴും ഈ പത്രപ്രവർത്തകർ ചോദിക്കുന്നത്, അപ്പം 40 ദിവസം കഴിയുമ്പം സമരം ശക്തമായി, ഗവൺമെൻറ് വെട്ടിലായി, ഒരു തീരുമാനം എടുക്കേണ്ട ഗതികേടിലായി. അപ്പോൾ 5 ഏക്കർ ഭൂമിയാണ് ചോദിക്കുന്നത്. 5 ഏക്കർ ഭൂമി, അതുപോലെ സ്വയംഭരണം, ഇതുപോലെ ഡിമാൻഡുകളൊക്കെ റേസ് ചെയ്യപ്പെട്ടു. സ്വയംഭരണം എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണ്. ഈ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരാരും ഈ സ്വയംഭരണം നിങ്ങളെന്താണ് അവകാശപ്പെടുന്നത്, സ്വയംഭരണം ഒരു സെപ്പറേറ്റിസം അല്ലേ എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. സ്വയംഭരണം കൊണ്ട് നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. കൂടി ചോദിക്കുന്ന, എപ്പോഴും ചോദിക്കും, എല്ലാ സമ്മേളനത്തിൽ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, 5 ഏക്കർ ഭൂമി കിട്ടുമോ? അവർക്കറിയേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച്, കേരളത്തിലെ ഭൂമിയുടെ വിതരണത്തെക്കുറിച്ച്, ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ച് ഒന്നും പ്രാഥമികമായി റെഫർ ചെയ്യാതെ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് വിളിവുകേട് പറയുക എന്നുള്ള കേരളത്തിലെ പത്രപ്രവർത്തന രീതിയാണ്. വളരെ അപൂർവ വ്യക്തികൾ മാത്രമേ അപവാദമായിട്ടുള്ളൂ. ഇലിറ്ററേറ്റാണ് അവർ. ജേർണലിസത്തിൽ ഇലിറ്ററേറ്റ് വർഗമാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ. അത് പറയാതെ നിവൃത്തിയില്ല. ഇവർ ചെയ്യേണ്ട ഒരു പ്രാഥമിക ചുമതല, ഞാനതാണ് പറയുന്നത്, പ്രാഥമികമായൊരു ചുമതലയുണ്ടല്ലോ. ഒരു വിഷയമുണ്ടായാൽ അതിൻ്റെ ബന്ധപ്പെട്ട പാർട്ടികളുടെ മുഴുവൻ അഭിപ്രായം തേടുക, അത് കൊണ്ടുവരിക. അത് ചെയ്യില്ല, ഒരു കാലത്ത് അവർ ചെയ്യത്തില്ല. എന്നിട്ട് അവർ ഈ പ്രബലരായ, ഇത് ഞാൻ പറയുന്നത് ഇതൊരു ഓളിഗാർക്കി ബോധമാണ്. അവർ പറയുന്നതാണ് കാര്യം, ഒരു തോന്നലാണ്. ഇവൻ്റെ അബോധത്തിൽ കിടക്കുന്ന ഒരു കാസ്റ്റ് കോൺഷ്യസ്നെസ്സാണ്. സുകുമാരൻ നായർ പറയുന്ന കാര്യം, സുകുമാരൻ നായർക്കെതിരെ പറയുന്നതൊന്നും കാര്യമായിട്ട് അവന് തോന്നുന്നു സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇവൻ ഈ വളരെ മൾട്ടി ലെയറായിട്ടുള്ളൊരു സമൂഹത്തിനകത്താണ് ജീവിക്കുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഏതെങ്കിലും, എല്ലാ അഭിപ്രായം വേണ്ട, ഏതെങ്കിലും അഭിപ്രായം കൊണ്ടുവരണ്ടേ? അത് കൊണ്ടുവരുന്നില്ല. ഇതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. സുരേഷ് ഗോപിയാണ് താരം, ബാക്കിയുള്ളവരൊന്നും പറയണ്ട, അത്രയേ ഉള്ളൂ. അല്ല, അദ്ദേഹമാണ് താരം എന്നത് കേരളത്തിൽ ഈ പറയുന്ന ഇദ്ദേഹത്തെ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആദ്യമല്ല, ഇതിനു മുമ്പുമാക്കിയിരുന്നു. അപ്പോഴെല്ലാം വിറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹം ഒരു നടനെന്ന നിലക്ക്, ഒരു താരമെന്ന നിലക്ക് ഇദ്ദേഹത്തിനൊരു മൂല്യമാണ് യഥാർത്ഥത്തിൽ വിറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആദ്യഘട്ടം. അദ്ദേഹമോട് നിൽക്കുകയും കാര്യങ്ങൾ ഇടപെടുകയും കോമഡി ആണെങ്കിലും നിരന്തരമായി അദ്ദേഹം പ്രസൻ്റാണ് അവിടെ. അപ്പോൾ ഈ താരനിർമ്മിതി എന്ന് പറയുന്നത്, ഇപ്പോൾ സിനിമാ നടനായതുകൊണ്ട് വോട്ട് കിട്ടത്തില്ല, അതിൻ്റെ ചുവട് പിടിച്ച് ഒരു താരനിർമ്മിതി അവിടെ നടത്തിയത് ഈ പറയുന്ന മീഡിയയുടെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മാത്രമല്ല, ഒരു മണ്ഡലമൊഴികെ, എന്നാണെങ്കിൽ ഒരു മണ്ഡലമൊഴികെ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത്. ഒരൊറ്റ മണ്ഡലത്തിൽ പോലും BJP MLA ജയിക്കാത്ത സ്ഥലമാണെന്ന് ഓർക്കണം തൃശ്ശൂർ. ഒറ്റ മണ്ഡലത്തിൽ പോലും. ഇതെവിടെ നിന്നാണ് സംഭവിച്ചത്? അപ്പോൾ അവിടെ ഈ താരപ്രഭയിൽ ആൾക്കാർ വീണത് മാത്രമല്ല, ഈ താരനിർമ്മിതി നടത്തിയിട്ടുണ്ട്. അത് പല ആൾക്കാരായി. ഇപ്പം എനിക്ക് തൃശ്ശൂരുള്ള വോട്ടർമാരോട് ഞാൻ പലരുമായിട്ട് സംസാരിക്കാനിടയായി. അവിടെ പോവുകയും 2-3 ദിവസം ചില പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. സുരേഷ് ഗോപിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് അവിടെയുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ പറയുന്നത് ഇദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടെന്ന്. കാരണം സ്ത്രീകൾ വ്യാപകമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്നുള്ള ലേഡീസ് ആയിട്ടുള്ള വോട്ടർമാർ പറഞ്ഞൊരു കാര്യം. അത് അവരുടെ സൂക്ഷ്മമായ റീഡിങ്ങാണത്. അപ്പോൾ ആ സ്ത്രീ ജനങ്ങൾക്കിടയിൽ ഒരു താരപദവിയിലേക്ക് ഇദ്ദേഹത്തെ ഉയർത്തുന്നതിൽ ഒന്ന് കരുണാമയനായ മനുഷ്യനാണെന്നുള്ളൊരു പ്രചാരണം, ഉപകാരിയാണെന്നുള്ള. അപ്പോൾ അദ്ദേഹം എവിടെയോ കൊണ്ടു കൊടുത്ത ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ
ഏതാണ്ട് തൃശ്ശൂർ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യർക്കും കിട്ടിയ പോലെയാണ് വാർത്ത പരക്കുന്നത്. എല്ലാ മനുഷ്യർക്കും കൊണ്ട് കൊടുത്ത പോലെയാണ് വാർത്ത പരക്കുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നത് എന്നെ സഹായിച്ചത് അദ്ദേഹമാണെന്നാണ്. അപ്പോൾ ഇത്തരം സഹായങ്ങൾ, കാരുണ്യം, പിന്നെ ഭക്തൻ തുടങ്ങിയ ഘടകങ്ങളെ മുഴുവൻ, അതായത് ഉടുപ്പൊന്നും ഷർട്ടൊന്നും ഇടാതെ ഭക്തനായിട്ട് ഇങ്ങനെ തൃശ്ശൂർ റൗണ്ട് വഴി നടക്കുന്ന സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ ഈ ഭക്തജനങ്ങളെയും അതോടൊപ്പം തന്നെ ഈ താരാമൂല്യത്തെയും വൻ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, അതുകൊണ്ടൊന്നും അല്ല സുരേഷ് ഗോപി ജയിച്ചത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അവിടെ ഒരു വോട്ടിംഗ് പോളറൈസേഷൻ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ശൂദ്ര വോട്ടുകൾ ഒരു സിംഹഭാഗവും സുരേഷ് ഗോപിക്കാണ് പോയത്. സംശയരഹിതമാണ് ആ കാര്യം. ക്രിസ്ത്യൻ വോട്ടുകൾ പുതിയ പഠനം അനുസരിച്ച് 5%, അതിൽ കൂടുതൽ തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തായാലും പോയിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യം. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, സഭാ മേലധികാരികൾ തന്നെ സമ്മതിക്കുന്നു. ഈ 2 ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഇവിടുത്തെ മധ്യ കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാർ പറയുന്നത്, ഇപ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് അവർ വോട്ട് ചെയ്തപ്പോൾ അവരെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് വളരെ കാഷ്വലായി ഇത് പറഞ്ഞു വിടുമ്പോൾ, ഇന്ന് പത്രത്തിൽ വന്നൊരു വാർത്ത, ഒറീസയിൽ ഒരു പള്ളിയിൽ കയറി 2 പാതിരിമാരെ കെട്ടിയിട്ട് അതിഭീകരമായി മർദ്ദിച്ച് 10 ലക്ഷം രൂപ കവർന്നുകൊണ്ട് പോയെന്നാണ്. ഇതാണ് വന്ന വാർത്ത. അപ്പോൾ ഈ അതിഭീകരമായ ആക്രമണം നടക്കുമ്പോൾ മോഡി റോമിൽ ചെല്ലുമ്പോൾ മാർപ്പാപ്പ മോഡിയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നുണ്ട്. അപ്പം നമ്മളീ പറയുന്നത് ഇതൊന്നും ഇവരെ ആരെയും അലട്ടുന്നില്ല. ദിസ് ഈസ് റേഷ്യൽ സംതിങ്. ഞാൻ പറയുന്നത് ഒറീസയിലെ ക്രൈസ്തവർ ആദിവാസികളും ദളിതരുമാണ്. അതുകൊണ്ട് ഇവർക്ക് നോവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനിക്ക് നോവില്ല. ഇതതിൻ്റെ പ്രശ്നം. ഈ മണിപ്പൂരിൽ ഇത്ര ഭീകരമായ കൊലപാതകം, കൂട്ടക്കൊലപാതകങ്ങളും പള്ളി കത്തിക്കലും നടന്നിട്ട് അതിൻ്റെ തീ അണയുന്നതിന് മുമ്പ് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇവരുടെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്നാണ് സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിച്ചെടുത്തത്. പിന്നെ മറ്റൊന്ന് ഈ ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി വിജയനോട് കേരളത്തിലെ ഒരു മനുഷ്യനും ഒരു താല്പര്യമില്ല എന്നുള്ള പുള്ളിക്ക് മാത്രമാണ് അതറിയാൻ പാടില്ലാത്തത്. ബാക്കി എല്ലാവർക്കും അറിയാം. ഇയാളെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് സമൂഹത്തിലെ മനുഷ്യർ. പുള്ളി അത്രയും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഇയാളൊരു കുറ്റവാളിയാണെന്നും ഇയാൾ വലിയ തട്ടിപ്പുകാരനാണെന്നും ജനങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രചാരണം നടന്നു, അത് ജനം മുഖവിലേക്ക് എടുത്തിട്ടുള്ളൂ. അതിലും മീഡിയയുടെ പങ്ക് വളരെ വലുതല്ലേ? തീർച്ചയായിട്ടും. അവർ ആ സ്റ്റോറിയെല്ലാം പലതും ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറികൾ വരെ ഉണ്ടാവാം. പക്ഷേ അതിനോടുള്ള ഇവരുടെ പ്രതികരണവും പ്രതിരോധവും തികച്ചും ദുർബലമായി. ഇപ്പോൾ തൃശ്ശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായതുകൊണ്ട് അവിടെ സുരേഷ് ഗോപി തോറ്റുപോകുന്ന ഈ പൊട്ടന്മാർ വിചാരിക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനമാണല്ലോ, വളരെ വലിയ ബുദ്ധിജീവികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ ജയിച്ചൊന്നും പോകാൻ പറ്റില്ല എന്ന്. ഈ ബുദ്ധിജീവികൾ ഉണ്ടെന്നുള്ളതൊന്നും തിരഞ്ഞെടുപ്പിലൊരു കാര്യമല്ല. തിരഞ്ഞെടുപ്പിൽ ബുദ്ധിജീവികളൊന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുക. മാത്രമല്ല അവിടെ ബുദ്ധിജീവികളല്ലാത്തവർ കാര്യം തീരുമാനിക്കുകയും ബുദ്ധിജീവികളൊക്കെ യഥാർത്ഥ നോക്കുകുത്തികളായി മാറുകയും ചെയ്തു. മാത്രവുമല്ല ഈ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമിയും ലളിതകലാ അക്കാദമിയൊക്കെ ഭരിക്കുന്നത് ശൂദ്രരാണെന്നേ, നായന്മാരാ. അവരിലൊരാളെ ജയിച്ചുള്ളൂ. അതിനകത്ത് വേറെ അത്ഭുതത്തിന് വലിയ അവകാശമൊന്നും നമുക്കില്ല. ഇവരുടെ ഒരു ഒളിഗാർക്കിയാണ് അവിടെ നടക്കുന്നത്. ഇവരതിനെ പ്രതിരോധിക്കാൻ തയ്യാറല്ല, രംഗത്ത് വന്നില്ല. അവരൊരു സൗകര്യത്തിന് സുനിൽ ജയിച്ചുകൊള്ളൂ എന്നൊരു സങ്കല്പത്തിൽ അവരങ്ങോട്ട് ചടഞ്ഞുകൂടുകയാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങൾ തീരുമാനിച്ചത്. മറിച്ച് ഈ ക്രൈസ്തവ വോട്ടുകളുടെ ഒഴുക്ക്, ഈ ഭക്തജനങ്ങളുടെ വോട്ട്, അങ്ങനെ തന്നെ പറയാം, ഭക്തജനങ്ങളുടെ വോട്ട് നിർണ്ണയിക്കുന്നതിൽ ശൂദ്ര വിഭാഗം അവർക്കാണ് അതിൽ മുൻകൈ, മേൽക്കൈ. അവരുടെ ഒരു പാറ്റേണിലേക്ക് കീഴ്ത്തട്ടിലെ ഭക്തജനങ്ങളെ കൂടി നയിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ശൂദ്രരെ മാത്രം വോട്ടാണെന്നൊക്കെ പറയാൻ പറ്റും. ഏറ്റവും കീഴ്ത്തട്ടിൻ്റെ വോട്ട് ഒരു സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്, സംശയമൊന്നുമില്ലാത്ത കാര്യം. പക്ഷെ അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. അവരാണത് നിയന്ത്രിച്ചത്.
അല്ലെങ്കിൽ പിന്നെ ഈ 7 നിയോജകമണ്ഡലം ഇയാൾക്ക് എങ്ങനെ ഭൂരിപക്ഷം കിട്ടുമെന്നേ? തൊഴിലാളി വർഗത്തിൻ്റെ ചെങ്കൊടി എങ്ങനെ ഉയർന്നു പറന്ന മുഴുവൻ മണ്ഡലത്തിലും സുരേഷ് ഗോപിക്കായിരുന്നു. അപ്പം ഒരേ സമയം ഇതെല്ലാം കൂടി പിന്നെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏറ്റവും അവസാനം നിർണ്ണയിക്കപ്പെടുന്നത് ഈ പറയുന്ന മുരളീധരൻ ഒരിക്കൽ പോലും പ്രസൻ്റ് ആയില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളി ഒരിക്കൽ പോലും പ്രസൻ്റ് ആയില്ല. അപ്പോൾ ഈ താരനിർമ്മിതി എന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് അവർ ചെയ്തു. മീഡിയയാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഈ സർക്കാരിനെതിരായിട്ടുള്ള സ്റ്റോറികൾ വൻ രീതി ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അതിന് വലിയൊരു മൊമെൻറ്റം കിട്ടി. അതോടൊപ്പം തന്നെ ഇദ്ദേഹം വലിയ മതികളെ കൊണ്ട് ഇയാളൊരു നല്ല മനുഷ്യനാണെന്നുള്ള ഒരു പ്രചാരണം നടത്തി. വളരെ ആസൂത്രിതമായി ക്രൈസ്തവ വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ സുരേഷ് ഗോപിക്ക് പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായും അവരുടെ ഒരു പ്രശ്നം എന്ന് പറയാൻ അവർ വലിയ സമ്പത്തുള്ള സഭയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പിന്തുണ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവരെല്ലാം അകത്ത് പോകും. ഇതാണ് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാം ആർക്കും. ചിലപ്പോൾ അത് സത്യസന്ധമായിട്ടൊക്കെ ആയിരിക്കും ഫണ്ടൊക്കെ വിനിയോഗിക്കുന്നത്. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇവരെ പിടിച്ചകത്തിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ വരാപ്പുഴ പുള്ളി റിയൽ എസ്റ്റേറ്റ് കേസിലാണ് വലിയ മെത്രാൻ പ്രതിയായി. റിയൽ എസ്റ്റേറ്റ് കേസിലാണ് പ്രതിയായെന്ന് ഓർക്കണം. അപ്പോൾ അതൊക്കെയാണ് അവിടെ നടന്നു വരുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടാതെ സ്വർണം മുക്കിയ ചെമ്പ് കിരീടമൊക്കെ അതിന് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതാ ആ ഒരൊറ്റ കേസ് മതിയല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ആലോചിച്ചാൽ ഇയാൾ സ്വർണ്ണ കിരീടം കൊടുക്കുന്നുവെന്ന് പ്രചാരണം നടക്കുന്നു. ഇയാൾ കൊടുത്തത് ചെമ്പാണെന്ന് തെളിയുന്നു. ഇയാൾ ആ മാതാവിൻ്റെ തലയിൽ കൊണ്ട് ആ സാധനം വെക്കുമ്പോൾ തന്നെ താഴെ പോകുന്നു. ഇത്രയും കാര്യം മാത്രം മതി. ഒരൊറ്റ ക്രൈസ്തവ വോട്ട് പോലും സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല. ഇവർ സത്യസന്ധ ഈ മേല അധ്യക്ഷന്മാർ സത്യസന്ധരാണെങ്കിൽ ഒറ്റ വോട്ട് പോലും സുരേഷ് ഗോപിക്ക് കിട്ടില്ല. പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുക തുടങ്ങി വലിയ കുറ്റകൃത്യമാണ് ചെയ്തത്. പക്ഷേ അതൊന്നും പിന്നെ ഒരു ചർച്ചയാവുന്നില്ല. ഈ ചെമ്പ് കോഴി എന്നൊക്കെ ഇവർ ഇടതുപക്ഷ പ്രൊഫൈലുകൾ പറഞ്ഞു നടന്നല്ലാതെ ജനമൊന്നും അത്ര അത് ജനം കാര്യമായിട്ട് എടുക്കണമെങ്കിൽ മീഡിയനകത്ത് മെയിൻ സ്ട്രീം മീഡിയ ഇടപെടണമായിരുന്നു. അവരൊട്ട് ഇടപെട്ടില്ല. അവരതൊക്കെ മറന്നു അടുത്ത ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഈ താരപദവി നിർമ്മിച്ചെടുത്താണ്. അത് വെറുതെ സിനിമാ താരത്തിൻ്റെ പദവിയല്ലത്. ഒരു കാൻഡിഡേറ്റിന് അവിടെ ജയിക്കാൻ വേണ്ട താരപദവി നിർമ്മിച്ചെടുക്കുകയാണ് ഇത്. ഇയാൾ ചെയ്ത മുഴുവൻ കുറ്റകൃത്യങ്ങളും മറച്ചു വെക്കുകയും ഇയാളുടെ വിടുവായുത്തങ്ങളെ മറച്ചു വെക്കുകയും അയാളുടെ നന്മ ഇങ്ങനെ വളർത്തി ഈ വലുതാക്കി കാണിക്കുകയും ആണ് യഥാർത്ഥത്തിൽ മീഡിയ. അതിന് മീഡിയയ്ക്ക് വളരെ കൃത്യമായ പങ്കുണ്ടെന്ന് തന്നെ പറയാം. ഈ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ സാമീപ്യം പറഞ്ഞു. അതിൽ ഒരു പരിധിവരെ കാസ പോലുള്ള അല്ലെങ്കിൽ വർഗീയമായ ഒരു ധ്രുവീകരണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടന്നിട്ടില്ലേ? പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഒരു വിഭാഗത്തെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ ആ ശിരസിൽ കയറി നിന്ന് നെഞ്ഞു നിവർത്തി നിൽക്കാം എന്നുള്ളൊരു തോന്നൽ നിന്നല്ലേ അത്തരം ഒരു പ്രവണത ഉരുത്തിരിഞ്ഞു വരുന്നത്? അഥവാ ഒരു വിഭാഗത്തെ ചവിട്ടിത്താഴ്ത്തുന്നത് ക്രിസ്ത്യ വിഭാഗത്തിലെ ചില വർഗീയമായി ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ രസം പകരുന്നത് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തെ ചവിട്ടിത്താഴ്ത്താം എന്നുള്ള ഒരു വർഗീയ രസം തന്നെയല്ലേ? അല്ല, അത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേരളത്തിലെ ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ സിറിയൻ ക്രിസ്ത്യൻസാണ്, സുറിയാനി ക്രിസ്ത്യാനികളാണ്. അവരാണ് ഈ സഭ നടത്തുന്നവരും സഭാ സ്ഥാപനങ്ങൾ നടത്തുന്നവരെല്ലാം അവർ തന്നെയാണ്. ഇവരുടെ ഒരു പാരമ്പര്യ ബോധം എന്നത് ഇവരൊരു സവർണ ഒറിജിൻ ഉള്ള വിഭാഗമാണെന്നുള്ളതാണ്. ബ്രാഹ്മൺ ഒറിജിനുള്ള വിഭാഗമാണ്. പണ്ട് സെൻറ്റ് തോമസ് വന്ന കാലത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്തവരാണ് ഇവരുടെ പിതാമഹന്മാരെന്നാണ് ഇവരുടെ ഒരു ഐതിഹ്യം. മറ്റൊന്ന് സിറിയയിൽ നിന്ന് വന്ന കച്ചവടക്കാരാണ് ഇവരുടെ പിതാമഹന്മാർ എന്ന ഒരു സങ്കല്പമാണ്. ഇത് രണ്ടും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, പക്ഷെ അവരങ്ങനെ കരുതുന്നു. അപ്പോൾ കേരളത്തിലെ സവർണ വിഭാഗങ്ങളുമായിട്ട് ചരിത്രപരമായി ചില കൊടുക്കൽ വാങ്ങലുകൾ ഉള്ള ഒരു വിഭാഗമാണിവർ. ഒരു ഇക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ന് വേണേൽ പറയാം. അതായത് അമ്പലങ്ങളിൽ അൺടച്ചബിൾ കാസ്റ്റ് കൊടുക്കുന്ന പണം അവിടുത്തെ പൂജാരിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അൺടച്ചബിൾ കൊണ്ട് വെച്ചതായതുകൊണ്ട്
അതിൽ തൊട്ടാൽ അയാളുടെ ശുദ്ധി പോകുമെന്നുള്ള എടുക്കാൻ പറ്റില്ല. പിന്നെ കേരളത്തിലെ ബിരുദന്മാരായ നമ്പൂതിരിമാർ കണ്ടുപിടിച്ചൊരു മാർഗം, ആ പൈസയിൽ ക്രിസ്ത്യാനി തൊട്ടാൽ ശുദ്ധമാകുമെന്നും എന്നിട്ട് അവർക്ക് എടുക്കാമെന്നോ. അപ്പോൾ അതിനുവേണ്ടി ക്രിസ്ത്യൻ കുടുംബങ്ങളെ കേരളത്തിൻ്റെ പല സ്ഥലത്തും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ടെന്നാണ് കഥ. ഈ ചാവറയച്ചൻ്റെ ഹിസ്റ്ററിയിൽ അവരുടെ കുടുംബം ആലപ്പുഴയാണ്. അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു ഈ പൈസയെ തൊടാൻ വേണ്ടിയിട്ട്. ആൾക്കാർ കൊണ്ടുവന്ന് വെക്കുന്ന പൈസയെ തൊടാൻ. PC ജോർജ് ഒരിക്കൽ പറഞ്ഞത്, ഞാനിപ്പം വന്ന് സെൻറ്റ് തോമസ് വന്നില്ലായിരുന്നെങ്കിൽ വല്ല കേശവൻ നായരൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ആളാണെന്നാണ്. ഇത് വെറും വാക്കല്ല. ഇവരെപ്പോഴും ഒരു സവർണ ആഭിമുഖ്യമുള്ള അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന കാസ്റ്റാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെന്നുള്ളത്. അവരെ സംബന്ധിച്ച് BJP തൊട്ടുകൂടാത്തൊരു പാർട്ടിയേ അല്ല. നമ്മളതാണ് മനസ്സിലാക്കണം. അവർ തൊട്ടുകൂടാത്ത പാർട്ടിയല്ലത്. അവർക്ക് കേരളത്തിലെ ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളുമായിട്ട് യോജിച്ചു പോകാനായിട്ട് കാര്യമായ തടസ്സമൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ പെട്ടെന്ന് ക്ലച്ച് പിടിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു മെത്രാനാണ് പറയുന്നത് ലവ് ജിഹാദ് നടക്കുന്നു, ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു. കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കില്ല. ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ പ്രദർശിപ്പിക്കുന്നു കുട്ടികൾ. അതെ 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 തൃശ്ശൂർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെ എന്തിനാണ് ഒരു മെത്രാൻ അതിങ്ങനെ പറയുന്നത്? അത് ശരിക്കും പറഞ്ഞൊരു സവർണ സംഭവമാണ് ഈ ന്യൂനപക്ഷ മതവിദ്വേഷം എന്ന് പറയുന്നത്. ക്രിസ്തു പഠിപ്പിച്ചതല്ല എന്തായാലും. ഈ മെത്രാനെ ക്രിസ്തു പഠിപ്പിച്ച കാര്യമല്ലത്. അപ്പോൾ ഈ പറയുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുക, മുസ്ലിങ്ങളാണ് അപകടകാരികളെന്ന് പ്രചരിപ്പിക്കുക, ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു മനോനിലയിലേക്ക് ക്രൈസ്തവരെ എത്തിക്കുന്നത് ഈ കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കരുത്. ഇവർക്ക് അങ്ങനെ ഒരു മനോനിലയുണ്ട്. ഞാനതാ പറഞ്ഞത്. സോഷ്യോളജിക്കലി അവർ സവർണ ആഭിമുഖ്യമുള്ള അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സവർണ കാസ്റ്റാണ്. അതുകൊണ്ട് അവർക്ക് എളുപ്പമാണ് ഈ മുസ്ലിം വിരോധം ഇത് ചെയ്യാനും മുസ്ലിം വിരോധത്തെ ഏറ്റെടുക്കുവാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവർക്ക് തടസ്സമേതുമില്ല. എന്തുകൊണ്ടാണ് ഇയാളെ പറയുന്നത്, ഞാൻ സെൻറ്റ് തോമസ് വന്നില്ലായിരുന്നുവെങ്കിൽ വേറൊരു പേര് കേശവൻ നായർ എന്നുള്ള പേരും വേറൊരു പറയാതെ തന്നെ വേറെ നാരായണ തണ്ടാനാകുമായിരുന്നു എന്നെന്തുകൊണ്ടാണ് പറയായിരുന്നത്? ജാതി. അപ്പം അതാണ് അതിൻ്റെ പ്രശ്നം. ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന കാസ പോലെയുള്ള സംഘടനകൾ ഉണ്ടാക്കി എന്ന് നമ്മൾ കരുതുന്ന മുസ്ലിം വിരുദ്ധത അഥവാ ന്യൂനപക്ഷ വിരുദ്ധത, ഇവരൊരു ന്യൂനപക്ഷമാണെന്ന് കൂടി ഓർക്കണം. ന്യൂനപക്ഷ വിരുദ്ധത കാസയുടെ സൃഷ്ടിയല്ല. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. ഇവരുടെ കാസ്റ്റ് സ്റ്റാറ്റസ് കൊണ്ട് അതവിടെ ഉള്ളതാണ്. പുരാതന ക്രൈസ്തവ കുടുംബങ്ങളിൽ ചെന്നാൽ തൂക്കുവിളക്കടക്കം നമുക്കതിനകത്ത് കാണാൻ പറ്റും. പുരാതന കുടുംബങ്ങളിൽ ചെല്ലണം. പഴയ നായർ തറവാടിൻ്റെ എല്ലാ ലക്ഷണത്തോടെയാണ് അതിനകത്ത് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഹിസ്റ്ററി. ആ ഹിസ്റ്ററിയെ പൊലിപ്പിക്കുകയാണ്, അതിനെ ഇങ്ങോട്ട് വഴിതിരിച്ചു വിടുക മാത്രമാണ് കാസ ചെയ്യുന്ന നിയമനം. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ന്യൂനപക്ഷ പദവിയുള്ള ഒരു വിഭാഗമെന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതിന് പകരം കേരളത്തിലെങ്കിലും അവരൊരു കാസ്റ്റായി ഇടപെടുന്നു. പുറത്തൊക്കെ സാധ്യമില്ല, അതുകൊണ്ട് അവർ അടിമേടിക്കുന്നത്. പുറത്ത് കൺവേർട്ട് ചെയ്തവരാണ്. ഈ കൺവേർട്ട് ചെയ്തതിൽ സിംഹഭാഗവും കീഴ്ത്തട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ടാണ് അത്ര ഭീകരം. അപ്പോൾ അതിനകത്ത് ഒറ്റപ്പെട്ട ഇവിടെ നിന്ന് പോകുന്ന കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ പെട്ടുപോകുന്നതാണ്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അടി നടക്കാതെ പോയത്? ആദ്യം നിലയ്ക്കൽ സംഭവം ഉണ്ടായിട്ട് അത് അന്നുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുക. അത് നഷ്ടക്കച്ചവടമാണെന്ന് അന്നേരം മനസ്സിലായി രണ്ടു കൂട്ടർക്കും. അത് നഷ്ടക്കച്ചവടം. പിന്നീട് അങ്ങനെ ഒരു സംഭവമേ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ